അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ. ഹീലാൻഡ് മദർ കെയർ പൂക്കോട്ടുംപാടം. ഹീലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ PV അൻവർ MLA അധ്യക്ഷതയിൽ നിലമ്പൂർ TBയിൽ അവലോകന യോഗം ചേർന്നു. തുടർന്ന് അധികൃതരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മുക്കട്ട റെയിൽവേ ഭാഗവും സന്ദർശിച്ചു. റെയിൽവേ ഭാഗത്ത് ഗതാഗത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കാൻ നടപടി സ്വീകരിച്ചതായി MLA പറഞ്ഞു. റെയിൽവേ ഗേറ്റിന് സമീപത്തുകൂടിയുള്ള റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ റെയിൽവേയിൽ നിന്നും അനുമതി തേടാനും തീരുമാനമായി. നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. അമരമ്പലം കുടിവെള്ള പദ്ധതിക്കായുള്ള പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിച്ചാൽ മാത്രമേ പ്രവൃത്തികൾ തുടരാനാവൂ. ഇതിനായി വാട്ടർ അതോറിറ്റിക്ക് അടിപ്പാത ചുമതലയുള്ള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുകയും അടച്ചിട്ടുണ്ട്. എന്നാൽ പ്രവൃത്തികൾക്കായി ടെൻഡർ നടത്തിയെങ്കിലും ഏറ്റെടുക്കാൻ ആളില്ലാത്ത സാഹചര്യമാണുണ്ടായത്. ഈ പ്രവൃത്തിയും അടിപ്പാത നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. പൈപ്പുകൾ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം പൂക്കോട്ടുംപാടം ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗത പ്രശ്നവും പരിഹരിക്കുന്നതിനായാണ് ശ്രമം നടത്തുന്നത്. ഇതിനായി പൈപ്പ് ലൈൻ നിലവിലുള്ള സ്ഥലത്തു തന്നെ താഴ്ത്തി സ്ഥാപിച്ച് റെയിൽവേയുടെ ഭൂമിയിലെ റോഡിലേക്ക് പ്രവേശനം സാധ്യമാക്കുന്ന രീതിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമെന്ന് PV അൻവർ MLA പറഞ്ഞു. അണ്ടർബ്രിഡ്ജിന്റെ വർക്ക് ഒരു ചെറിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്കവേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വിട്ടിട്ടുള്ള പല സാധനങ്ങളും ഭൂമിന്റെ അടിയിലും റോഡിലൊക്കെ കിടക്കുകയാണ്. ഇവിടെ എസ്കേറ്റ് ചെയ്ത് വന്നപ്പോൾ 1975-79 കാലഘട്ടത്തിൽ സ്ഥാപിച്ച പൈപ്പ് റോഡിന്റെ അലൈൻമെന്റിനോടൊപ്പം പോകുമെന്ന ധാരണയിലായിരുന്നു എക്സ്കവേഷൻ നടത്തിയത്. ചില സ്ഥലത്തെത്തിയപ്പോൾ ഈ പൈപ്പ് പ്രത്യക്ഷപ്പെടുകയും എക്സ്കവേഷൻ വർക്ക് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. ഇപ്പോൾ അതിന് താൽക്കാലിക പ്രതിസന്ധി കാരണം ഈ വരുന്ന അമരമ്പലത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ യാത്രാ പ്രശ്നം നമുക്കറിയാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത് ഫുൾ സിംഗായി വരാൻ 8 മാസം തൊട്ട് ഒരു 10 മാസം വരെ ഇനിയും എടുക്കുന്ന അവസ്ഥയുള്ളത്. അതുവരെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നതിന് ഒഴിവാക്കാൻ റെയിൽവേയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും PWDയും ഒക്കെ ആലോചിച്ച് താൽക്കാലികമായിട്ട് നിലവിലുള്ള പൈപ്പ് ലൈൻ ഈ സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ചെറിയൊരു മാറ്റം ഒരു 60 മീറ്റർ മാറ്റി സ്ഥാപിച്ച് നമ്മൾ നിൽക്കുന്ന തൊട്ടുപുറകിലുള്ള റെയിൽവേയുടെ പ്രൈവറ്റ് റോഡ് റെയിൽവേയുമായി സഹകരിച്ച് അത് ഓപ്പൺ ചെയ്യാനും അതുവരെയുള്ള റീടേണിങ് പെട്ടെന്ന് ചെയ്യാനും ഒരു മാസം ആണ് സമയം കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ ഭംഗിയാവുകയാണെങ്കിൽ ഒരു മാസം എന്നുള്ളൊരു 45 ഡേയ്സിലെങ്കിലും ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രാവർത്തികമാകും. അടിപ്പാതയുടെ മുഴുവൻ പ്രവൃത്തികളും തീരാൻ കുറഞ്ഞത് 10 മാസം എടുക്കുമെന്നതിനാലാണ് താൽക്കാലിക സംവിധാനം ഒരുക്കുന്നത്. MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, KRDC LDGM S ഹരിദാസൻ, സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ്, വാട്ടർ അതോറിറ്റി TN ജയകൃഷ്ണൻ, AE സമീർ, ഓവർസിയർമാർ, കരാറുകാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.